കുവൈത്ത് സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി സിവിൽ നാശനഷ്ടങ്ങളും ക്രിമിനൽ ശിക്ഷയും ആവശ്യപ്പെടുന്നതിനോടൊപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 400-420 വകുപ്പുകൾ പ്രകാരം ആവശ്യമായ പരാതികൾക്കൊപ്പം ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 188 വകുപ്പ്. ഹായ് ഫ്രണ്ട്സ്, ട്രിപ്സ് ആൻഡ് ചാറ്റ്സിൻ്റെ പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധികം ആളുകൾക്കും ആവശ്യമായ ഒരു ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ കാര്യം നിങ്ങൾ കേൾക്കണം. എൻ്റെ ഒരു സുഹൃത്തിന് മുംബൈയിൽ നിന്നും വന്ന കുടിശ്ശികയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 10,000-ഓളം ദിനാറ് ലോൺ എടുത്ത് നാട്ടിൽ പോയി തിരിച്ചു വന്നില്ല. തിരിച്ചു വരാത്തതായ കുറേ ആളുകളും വരാൻ പറ്റാത്തതായ ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അവർ തിരിച്ചു വന്നില്ല, അങ്ങനെ നാട്ടിൽ വേറെ ജോലിക്ക് പോയി തുടങ്ങി. ആ സമയത്താണ് മുംബൈയിൽ നിന്ന് ഇങ്ങനെ ഒരു കുടിശ്ശികയുടെ നോട്ടീസ് കിട്ടുന്നത്. അപ്പോൾ ആ നോട്ടീസിൽ ലോൺ നമ്പർ, പിന്നെ അത് എടുത്ത തീയതി, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സബ്ജക്റ്റായിട്ട് പറയുന്നത് റെഫർ ചെയ്ത ലോൺ കരാറിന് കീഴിലുള്ള കുടിശ്ശികയുടെ ഡിമാൻഡ് നോട്ടീസ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗൾഫ് ബാങ്കാണ് ഈ ഒരു നോട്ടീസ് നമ്മുടെ മുംബൈ ഒരു ഏജൻറ്റ് വഴി അയച്ചിട്ടുള്ളത്. 2023 സെപ്റ്റംബർ വരെ പൈസ അടച്ചിട്ടില്ല എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അങ്ങനെ കുറേ സംഗതികൾ പറഞ്ഞ്, എന്നിട്ട് എത്രയാണ് എമൗണ്ട് അടക്കാനുള്ളതെന്ന് പറഞ്ഞ്, അങ്ങനെ നമ്മുടെ ലോൺ റിലേറ്റഡ് കുറേ സംഗതികൾ പറഞ്ഞതിൻ്റെ ശേഷം ഈ അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ 7 ദിവസത്തിനുള്ളിൽ നിലവിലെ നോട്ടീസിൽ ആവശ്യപ്പെട്ട പ്രകാരം പണമടക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ മുഴുവൻ ബാലൻസും ശേഖരിക്കുന്നതിനുള്ള കരാറിന് കീഴിൽ ഗൾഫ് ബാങ്ക് അതിൻ്റെ അവകാശങ്ങൾ നടപ്പിലാക്കും. കുവൈത്ത് സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി സിവിൽ നാശനഷ്ടങ്ങളും ക്രിമിനൽ ശിക്ഷയും ആവശ്യപ്പെടുന്നതിനോടൊപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 400-420 വകുപ്പുകൾ പ്രകാരം ആവശ്യമായ പരാതികൾക്കൊപ്പം ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 188 വകുപ്പിനൊപ്പം നിയമം വായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. പിന്നെ ലോൺ നമ്പറും കസ്റ്റമർ ഐ.ഡിയും പിന്നെ ബോംബെയിലുള്ള ആ അസോസിയേറ്റ്സിൻ്റെ പേരും പിന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുവൈത്തിൽ നിന്നല്ല എവിടെ നിന്ന് നമ്മൾ ലോൺ എടുത്താലും നമ്മളത് തിരിച്ചടക്കുക എന്നുള്ളതാണ്. തിരിച്ചടക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. ആ മര്യാദ നമ്മൾ പാലിക്കുക. ഇനി അടക്കാൻ പറ്റിയില്ലേ, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ മറ്റെന്തെങ്കിലും മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം. അല്ലാതെ നമ്മൾ ഓക്കെ കുവൈത്തിലാണ്, നമ്മൾ മറ്റുള്ളൊരു രാജ്യത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞ് നമ്മൾ ലോൺ അടക്കാതിരുന്നാൽ ഇനി ഫ്യൂച്ചറിൽ GCC എല്ലാം ഒരുമിക്കുകയും നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം GCC മൊത്തം ബ്ലോക്ക് വന്ന് ബാൻ വന്നാൽ നമ്മൾ പെടും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു എമൗണ്ട് ഉണ്ട്, ഇനി നിങ്ങൾക്ക് വീണ്ടും കുവൈത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുവൈത്തിലേക്ക് വരാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ലോൺ അടച്ചു തീർക്കാം. പക്ഷെ അടക്കുന്നതിൻ്റെ വേഗത കൂട്ടണം എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് വരുത്തണം. അഥവാ അടക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സംഗതികളും അത്യാവശ്യ ഘട്ടങ്ങളിലായിരിക്കും നമ്മൾ ലോൺ എടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ വരെ കുളം തോണ്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ലോൺ എടുത്താൽ എന്താ അവസ്ഥ, നമ്മളെ വീട് ജപ്തി ചെയ്യും, സ്ഥലമാണെങ്കിൽ എടുത്തുകൊണ്ട് പോകും, കാറാണെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകും. പക്ഷേ ഇത് ആരും എടുത്തുകൊണ്ട് പോകില്ല എന്ന് കരുതി നല്ല സമാധാനത്തോടു കൂടി ഇരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി സമാധാനം ഉണ്ടാവില്ല. എല്ലാവരും ആലോചിച്ചോ, നമ്മളെ പൊക്കി കൊണ്ടുപോയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.